എറണാകുളത്ത് പാറക്കടവ് പഞ്ചായത്തിലെ മാമ്പ്രയിൽ കിടക്കക്കടയ്ക്ക് തീപിടിച്ചു. അമീറിന്റെ കിടക്കക്കടയ്ക്കാണ് തീപിടിച്ചത്. മാള ചാലക്കുടി ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. വലിയൊരു അഗ്നിബാധയായിരുന്നു. ഫയർഫോഴ്സ് സംഘമെത്തി തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വലിയ പുകച്ചുരുളുകൾ ഉയരുന്നത് കാണാം. ആ സ്ഥാപനത്തിലെ മുഴുവൻ കിടക്കകളും കത്തി നശിച്ചു എന്നാണ് തോന്നുന്നത്. ഷബാസ് അഹമ്മദുണ്ട്. ഷബാസ് അഹമ്മദ്, ഇനി അവിടെ ആ കടയിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാ കിടക്കകളും കത്തി നശിച്ചല്ലോ. വലിയ നഷ്ടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ആളപായമില്ലല്ലോ ഷബാസ്? തീർച്ചയായും അരുൺകുമാർ, ഈ കിടക്കക്കടയിൽ വലിയ നാശനഷ്ടമാണ് ഈ അഗ്നിബാധയിൽ ഉണ്ടായിരിക്കുന്നത്. ആളപായമൊന്നും ഇല്ല എന്നത് വലിയ ആശ്വാസമാണ്. ഇന്ന് പുലർച്ചെയാണ് എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ പാറക്കടവ് പഞ്ചായത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. മാമ്പ്രയിൽ അമീറിന്റെ കിടക്കക്കടയ്ക്കാണ് ഇന്ന് പുലർച്ചയോടുകൂടി തീപിടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുലർച്ചെ തീപിടിച്ചപ്പോൾ നാട്ടുകാരാണ് ആദ്യം തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തി. മാള, ചാലക്കുടി, അങ്കമാലി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. വലിയ രീതിയിലുള്ള ഒരു ശ്രമമായിരുന്നു, ഇത്ര വലിയ മണിക്കൂറുകൾ നീണ്ട ശ്രമമായിരുന്നു അവിടെ നടന്നത്. പക്ഷേ കിടക്കക്കട പൂർണ്ണമായും കത്തിനശിച്ചു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. വലിയ നാശനഷ്ടമാണ് കിടക്കക്കടയ്ക്ക് ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നതാണ് ഫയർഫോഴ്സിന്റെ ഒരു പ്രാഥമിക നിഗമനമായി പറയുന്നത്. കൂടുതൽ പരിശോധനകൾ അതിൽ വേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ പാറക്കടവിൽ കിടക്കക്കടയ്ക്ക് തീപിടിച്ച് വലിയൊരു അഗ്നിബാധ ഉണ്ടാകുന്നത്. സമീപ പ്രദേശങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. റോഡിന് ഇരുവശവും വീടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ പുകയും തീയുമാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്തുള്ള വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും തീ പടർന്നു പിടിക്കാതെ നിയന്ത്രിക്കാനായത് വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ ഈ പുലർച്ചെയായതിനാൽ ഇവിടെ പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും ആളപായമൊന്നും ഇല്ല എന്നതും വലിയ ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും വലിയ നാശനഷ്ടമാണ് ഈ കിടക്ക കമ്പനിക്ക് ഉണ്ടായിരുന്നത്. കിടക്ക നിർമ്മിക്കുകയും ഒപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുമായിരുന്നു. അത്തരത്തിൽ ഒരുപാട് കിടക്കകളും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കത്തി നശിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ പരിശോധനകൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അത് കണ്ടെത്താനായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്താണ് കിടക്കക്കടയ്ക്ക് തീപിടിച്ചത്.